തെരുവ് നായ്ക്കളെ കൂട്ടിലാക്കുക. തെരുവ് നായ്ക്കളെ കൂട്ടിലാക്കുക. ജനങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുക. ജനങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുക. ഭരണാധികാരികൾ കണ്ണു തുറക്കുക. ഭരണാധികാരികൾ കണ്ണു തുറക്കുക. മനുഷ്യർക്ക് ജീവിതം നൽകുക. തെരുവ് നായ്ക്കൾ മനുഷ്യരെ, കുട്ടികളെ, അമ്മച്ചിമാരെ കടിച്ചു കീറുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് നിയമം പറഞ്ഞിരിക്കുകയാണ്. നിയമങ്ങൾ മാറ്റുകയോ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യണം. തെരുവ് നായ വിമുക്ത കേരളം സിന്ദാബാദ്. തെരുവ് നായ വിമുക്ത കേരളം സിന്ദാബാദ്. തെരുവ് നായ വിമുക്ത ഭാരതം സിന്ദാബാദ്. തെരുവ് നായ വിമുക്ത ഭാരതം സിന്ദാബാദ്. സിന്ദാബാദ് 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 സിന്ദാബാദ്. തെരുവ് നായകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന 50 ലക്ഷം പേരുടെ ഭീമ ഹർജിയിൽ അത്താണി സെന്റ് ഫ്രാൻസിസ് അസീസി ഇടവക കൂട്ടായ്മയും പങ്കുചേരുന്നു. ജനസേവ തെരുവുനായ വിമുക്ത കേരളം സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത്. ഇടവക കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ അണിചേർന്നു. വികാരി ഫാദർ ജോർജ് വിധേയത്തിൽ അത്താണി ഇടവകയിലെ ഒപ്പുശേഖരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണമെന്നും ഫാദർ വിധേയത്തിൽ ആവശ്യപ്പെട്ടു. ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളെ പറ്റി നമ്മൾ ആകുലപ്പെടാറുണ്ട്. സത്യത്തിൽ അതിന് വരുന്ന മറുമരുന്നെന്ന് പറയുന്നത് വ്യായാമമാണ്. വ്യായാമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു നടക്കൽ. പുലർച്ചയോ അല്ലെങ്കിൽ സായാഹ്നത്തിലുള്ള സവാരികൾ, നടപ്പാണ് അതിന് പ്രധാനമായിട്ടും പറയുന്നൊരു മാർഗം. സത്യത്തിൽ ഇന്ന് നടക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയപ്പെടുകയാണ്. പ്രത്യേകിച്ച് തനിച്ചാവുന്നൊരു സന്ദർഭത്തിൽ ഏത് സമയത്താണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലരും വൈമനസ്യത്തോടെയാണ് നിൽക്കാറ്. ഈ പ്രഭാതത്തിലുള്ള സവാരിക്ക് പോകുന്ന നടപ്പ് പോലും ഒഴിവാക്കുകയാണ്. കുട്ടികൾ ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും പ്രത്യേകിച്ച് ചുറ്റുവട്ടത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ അതീവ ഭയത്തോടെയാണ് ഞങ്ങൾ കാണുക. കാരണം വീട്ടിലെത്തുന്നതിന് മുമ്പ് ഒരു സുരക്ഷിതമായിരിക്കും എന്നൊരു ഭയം ഞങ്ങളിലുണ്ട്. ഇത് തന്നെയാണ് ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. എന്നാൽ അത്രമാത്രം ആരും അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്താറില്ലെങ്കിലും ജോസ് മാവേലി സാറും കൂട്ടരും ഇങ്ങനൊരു ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചത് അഭിനന്ദനാർഹമാണ്. ഏതായാലും ഈ സമൂഹം, ഈ നമ്മുടെ നാട്, വഴികൾ, പൊതുകേന്ദ്രങ്ങളെല്ലാം തെരുവുനായ വിമുക്തമാവണം. അതിന് നമ്മുടെ ഭരണാധികാരികൾ മുന്നിട്ടിറങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു. റെസിഡന്റ് പ്രീസ്റ്റ് വർഗീസ് അസിൻതൈപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. തെരുവുനായ വിമുക്ത ഭാരതം എന്നൊരു മഹത്തായ ലക്ഷ്യത്തിനായിട്ട് ഞങ്ങളിപ്പോൾ ജനസേവ തെരുവുനായ വിമുക്ത സംഘം ഇന്നിപ്പോൾ ഒരു 50 ലക്ഷം പേരുടെ ഒപ്പുശേഖരണത്തിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അത്താണിയിലുള്ള നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ അത്താണിയിലുള്ള അസീസി എന്ന ചർച്ചിലെ ഇടവകയിലെ മുഴുവൻ ആളുകളും ഈ ഒപ്പുശേഖരണത്തിന് വന്നിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ മുഴുവൻ ഒന്നാകെ ഈ ഒരു വലിയ മുന്നേറ്റത്തിനായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. എല്ലാ മതവിഭാഗങ്ങളും, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും, മുസ്ലിം മതവിഭാഗങ്ങളും, ഹിന്ദു മതവിഭാഗങ്ങളും അങ്ങനെ ഒരുമിച്ച് എല്ലാവരും ഒരുമിക്കുന്ന ഒരു വലിയ സമരമായിട്ടാണ് തെരുവുനായ വിമുക്ത ഭാരതം വേണമെന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിച്ച് കേരളത്തെ ഒരു മാതൃകാ സംസ്ഥാനമാക്കുവാൻ സാധിക്കും. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും 99% ജനങ്ങളും പറയുന്നത് തെരുവുനായ്ക്കളെ മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കണം. ആ യോഗത്തിൻ്റെ അജണ്ടയായിട്ട് പറയുന്നത് തെരുവുനായ്ക്കളെ എങ്ങനെ നമുക്ക് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി തെരുവുനായ്ക്കളെ എങ്ങനെ നമ്മൾ മാറ്റണം, എന്താണ് പദ്ധതി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തണം. ആ ചർച്ചയിൽ തെരുവുനായ്ക്കളുടെ ചർച്ച എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഭൂരിഭാഗം ആളുകളും തെരുവുനായ്ക്കളെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണമെന്നാണ് പറയുന്നത്. കേരളമാകെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാവുകയാണ്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വഴിയാത്രക്കാരായ
സാധാരണക്കാർക്ക് തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നുണ്ട്. കേരളത്തിലെ വനയോര മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്ന് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിക്കണമെന്നും ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തണമെന്നും ജോസ് മാവേലി ആവശ്യപ്പെട്ടു. അങ്ങനെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി കേരളത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കുക. ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി വളരെ സങ്കടാവസ്ഥയിലാണ് പോകുന്നത്. എവിടെ നോക്കിയാലും തെരുവ് നായ്ക്കൾ, മനുഷ്യർ ദിവസേന കടിച്ച് മനുഷ്യർ അവസ്ഥയാണ്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുന്നില്ല, പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താ പറയുക, ആട്, കോഴി, താറാവ് എന്നീ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ തലങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി 50 ലക്ഷം പേരുടെ ഒപ്പുകൾ സമാഹരിച്ച് ഭീമഹർജിയാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് പദ്ധതിയെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും മറ്റു മതസ്ഥാപനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ജോസ് മാവേലി പറഞ്ഞു. പള്ളി ട്രസ്റ്റിമാരായ പീറ്റർ പാലേലിൽ, രാജേഷ് മാത്യു, പാരിഷ് കൌൺസിലർ വൈസ് ചെയർമാൻ ജോസ് കുടിയിരിപ്പിൽ, സിസ്റ്റർ റീസ, സിസ്റ്റർ റീന, സിസ്റ്റർ മിഷേൽ, ജോഷി വർഗീസ്, ജോസ് കെ എ തുടങ്ങിയവർ നേതൃത്വം നൽകി. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റുപാടും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും വന്യദേശങ്ങളിലൊക്കെ നിരവധിയായ അപകടങ്ങൾ തെരുവുനായയുടെ ആക്രമണം മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല കുടുംബങ്ങളിലും കുട്ടികളും പ്രായമായവരും അനാഥരായി തീരുവാൻ പോലും കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളെ ഞാൻ വളരെയധികം അനുമോദിക്കുന്നു. തെരുവുനായകൾ തീർച്ചയായിട്ടും ക്രമീകരിക്കണം, പരിമിതിപ്പെടുത്തണം. ആ നായകളെ, തെരുവുനായകളെ കൂടെ വർദ്ധിക്കുവാൻ ഇടയാകാത്ത വിധത്തിലും വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് ബന്ധപ്പെട്ട എല്ലാ അധികാരികളോടും നിയമജ്ഞരോടും ഞാൻ ഈ സമൂഹത്തിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. കണ്ണു തുറക്കുക, മനുഷ്യർക്ക് ജീവിതം നൽകുക. തെരുവ് നായ്ക്കൾ മനുഷ്യരെ, കുട്ടികളെ, അമ്മച്ചിമാരെ കടിച്ചു കീറുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് നിയമം പറഞ്ഞിരിക്കുകയാണ്. നിയമങ്ങൾ മാറ്റുകയോ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യണം. തെരുവ് നായ വിമുക്ത കേരളം സിന്ദാബാദ്. തെരുവ് നായ വിമുക്ത കേരളം സിന്ദാബാദ്. തെരുവ് നായ വിമുക്ത ഭാരതം സിന്ദാബാദ്. തെരുവ് നായ വിമുക്ത ഭാരതം സിന്ദാബാദ്. സിന്ദാബാദ്. ബ്യൂറോ ആലുവ.